ഹലോ, വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും ട്ടോ. എന്നുമില്ല വല്ലപ്പോഴും. പുറത്താണെങ്കിൽ ഭയങ്കര തണുപ്പ്. നമ്മൾ വയൽ ഏരിയയിലായതുകൊണ്ട് ഭയങ്കര തണുപ്പാട്ടോ. രാവിലെ, വൈകുന്നേരം, ഉച്ചയ്ക്ക്ന്ന് ഭയങ്കര തണുപ്പാ. പിന്നെ തണുപ്പ് കാലമാണല്ലോ. അങ്ങനെ 2 പഴം വീട്ടിലുണ്ടായിരുന്നു ട്ടോ. അപ്പോൾ പിന്നെ പുഴുങ്ങി വെക്കാന്ന് വെച്ചാൽ അവൻ കഴിക്കൂല. എന്നാ പിന്നെ കുറച്ച് പഴംപൊരി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. നേരത്തെ തന്നെ ഞാൻ മാവൊക്കെ കുഴച്ച് സെറ്റാക്കി അങ്ങോട്ട് വെച്ചിരുന്നു ട്ടോ. പിന്നെ അപ്പുറത്ത് എണ്ണയും ചൂടാക്കാൻ വെച്ചു. അങ്ങനെ എണ്ണ ചൂടാൻ വേണ്ടി ഇങ്ങനെ കാത്ത് നിന്നു ട്ടോ. അപ്പോൾ പിന്നെ ഓരോ പഴംപൊരി വീതം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ പഴംപൊരി. പഴംപൊരി എന്നല്ല എണ്ണക്കടി എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രാന്താട്ടോ. ഞാൻ എത്ര വേണേലും കഴിക്കും ട്ടോ. ഏട്ടനാണെങ്കിൽ എന്നെ ഭയങ്കരമായി ചീത്ത പറയും ഇങ്ങനെ എണ്ണക്കടി കഴിക്കണ്ടാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരാൾ എവിടെയെന്ന് അകത്ത് പോയി നോക്കുമ്പോൾ ഒറ്റയ്ക്ക് കളിക്കുന്നുണ്ട് ട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തെത്തി. പഴംപൊരി ഉണ്ടാക്കുന്ന മണം അടിച്ചിട്ട്. പിന്നെ അവിടുന്ന് പോകുന്നേയില്ല. ഞാനാണെങ്കിൽ എണ്ണ തെറിക്കും പൊയ്ക്കോ പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നേ ഇല്ല ട്ടോ. അതിൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പൊക്കത്ത് കയറ്റി ഇരുത്താൻ പറഞ്ഞു. ഞാൻ എൻ്റെ പൊക്കത്ത് കയറ്റിയിരുത്തി. പിന്നെ അവിടുന്ന് പോകുന്നേയില്ല. പിന്നെ എനിക്ക് പേടിയായി. എണ്ണയിൽ ഇങ്ങനെ കളിക്കുകയാണ്. പിന്നെ ശ്രദ്ധക്കുറവാണ്. ഭയങ്കര പിരുപിരുപ്പുള്ള ആളുമാണ്. പിന്നെ പറഞ്ഞു വിട്ടപ്പോൾ പിന്നെയും എൻ്റെ അടുത്തേക്ക് വന്നു ട്ടോ. പഴംപൊരി ആവുന്നവരെ അടുത്ത് തന്നെ നിന്ന്. ഞങ്ങൾക്ക് രണ്ടാൾക്കും പഴംപൊരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാട്ടോ. എണ്ണക്കടി ഞങ്ങൾ എത്ര വേണേലും കഴിക്കും. എൻ്റെ അതേ സ്വഭാവം ട്ടോ. പിന്നെ ഞാൻ ആയപ്പോൾ ഒന്ന് എടുത്ത് കഴിച്ചു. ഭയങ്കര ടേസ്റ്റായിരുന്നു ട്ടോ. ഞാനാണെങ്കിൽ മൈദമാവിലല്ല ട്ടോ ഉണ്ടാക്കുക. ആട്ടമാവിലാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ചായയൊക്കെ തിളച്ച് ചായയൊക്കെ സെറ്റായി. ഞാൻ അകത്ത് കൊണ്ടുപോയി എല്ലാം അങ്ങോട്ട് വെച്ചു ട്ടോ. അപ്പം തന്നെ ഒരാൾക്ക് ഭയങ്കര സന്തോഷമായി. ഞാനാണെങ്കിലോ എനിക്കാണെങ്കിൽ എണ്ണക്കടി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമുള്ളൊരു സാധനം കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ഓരോന്ന് വർത്താനം പറഞ്ഞിട്ട് ചൂട് പഴംപൊരി കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ആട്ടമാവിൽ ഉണ്ടാക്കിയതാണെങ്കിലും അടിപൊളിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ പാത്രമൊക്കെ കാലിയാക്കി. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.